ഞാൻ രാധാ കരുവറമ്പിൽ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ചിലരൊക്കെ എന്നോട് ഇങ്ങനെ സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, LIC ഭയങ്കര നഷ്ടമാണ്. യഥാർത്ഥത്തിൽ LIC നഷ്ടമാണോ? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 35 വയസ്സായിട്ടുള്ള ഒരാളാണ്, എനിക്ക് സാമ്പത്തികം കുറവാണ്, അപ്പോൾ അതിന് പറ്റിയൊരു പോളിസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാനും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും അതേപോലെ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തുടങ്ങാം. ഇന്ന് ജീവൻ ഉമംഗും അതേപോലെ മണി ബാക്ക് പ്ലാനും, അതായത് പ്ലാൻ നമ്പർ 745 പ്ലാൻ നമ്പർ 721 കോമ്പിനേഷനാണ്. പ്ലാൻ കോമ്പിനേഷനായിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 35 വയസ്സുകാരൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. 35 വയസ്സുള്ള ആൾ 2 ലക്ഷം രൂപയുടെ പ്ലാൻ നമ്പർ 721 മണി ബാക്കും 3 ലക്ഷം സമ്മഷേഡ് വെച്ചിട്ട് ജീവൻ ഉമംഗും എടുക്കുകയാണെങ്കിൽ 20 വർഷം പണം അടയ്ക്കുക. 20 വർഷം പൈസ അടയ്ക്കാനുള്ള സമയം തിരഞ്ഞെടുക്കുക. അപ്പോൾ 20 വർഷം പൈസ അടയ്ക്കുന്ന സമയത്ത് 35 വയസ്സുള്ള വ്യക്തിക്ക് 40ാമത്തെ വയസ്സിൽ പൈസ കിട്ടുന്നു, 45ാമത്തെ വയസ്സിൽ കിട്ടുന്നു, 50ാമത്തെ വയസ്സിൽ കിട്ടുന്നു, പിന്നീട് 55ാമത്തെ വയസ്സ് മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് പൈസ ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് 40, 45, 50 വയസ്സുകളിൽ 30,000 രൂപ വീതം കിട്ടും. 40, 45, 50 3 ടേമിൽ 30,000 വീതം കിട്ടും. പിന്നെ 55ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് 54,000 രൂപയാണ് കിട്ടുക. അതായത് ജീവൻ ഉമംഗിൻ്റെ ഒരു മണി ബാക്കും കൂടെ അതിൽ വരുമ്പോൾ 54,000 രൂപ അദ്ദേഹത്തിന് ലഭിക്കും. പിന്നെ 56ാമത്തെ വയസ്സ് മുതൽ 59ാമത്തെ വയസ്സ് വരെ 24,000 രൂപ വെച്ചിട്ട് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും. അതായത് 56, 57, 58, 59. പിന്നെ 60ാമത്തെ വർഷം ഈ മണി ബാക്ക് പോളിസിയുടെ ലംസം എമൗണ്ട് 3,54,000 രൂപ ഒരുമിച്ച് കിട്ടുന്നു. ഈ ജീവൻ ഉമംഗിൻ്റെ 24,000, ബാക്കി ജീവൻ ഉമംഗിൽ 54,000 രൂപയും മണി ബാക്കിൻ്റെ ലംസം എമൗണ്ടും കൂടെ കിട്ടും. അങ്ങനെ ഇദ്ദേഹത്തിന് 25 വർഷം കൊണ്ട് അദ്ദേഹം അടച്ച മുഴുവൻ പൈസയും തിരിച്ചു കൊടുക്കും. എത്ര രൂപയാണോ അദ്ദേഹം അടയ്ക്കുന്ന അത്രയും പൈസ മുഴുവനായിട്ട് ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. പിന്നീട് അങ്ങോട്ട് 61ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം എത്ര കാലമാണോ ജീവിച്ചിരിക്കണേ അത്രയും കാലം 24,000 രൂപ എവറി ഇയർ അദ്ദേഹത്തിന് കിട്ടും. അതോടൊപ്പം ഈ പോളിസിയിലുള്ള ഡിസാബിലിറ്റി ബെനിഫിറ്റ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ ഡബിൾ ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട്. ഈ ബെനിഫിറ്റുകളൊക്കെ അതിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഡിസാബിലിറ്റി ബെനിഫിറ്റിനെ കുറിച്ചും അതുപോലെ ഡബിൾ ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ അതുകൂടെ ഒന്ന് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് ഡിസാബിലിറ്റി ബെനിഫിറ്റ്, എന്താണ് ഡബിൾ ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. 30-35 ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് മന്ത്ലി 2,600 to 2,700 ഇടയ്ക്ക് വരുന്ന ഒരു എമൗണ്ടാണ് പ്രീമിയം വരിക. മന്ത്ലി ആയിട്ട് അടയ്ക്കാം, ക്വാർട്ടർലി ആയിട്ട് അടയ്ക്കാം, ഹാഫ് ഇയർലി ആയിട്ട് അടയ്ക്കാം, ഇയർലി ആയിട്ട് അടയ്ക്കാം. അടയ്ക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 2,600 രൂപ ഇദ്ദേഹം അടച്ച ഒരു പോളിസി തുടങ്ങുന്ന സമയത്ത് നോർമൽ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 5,73,000 രൂപയാണ്. ഇതേ വ്യക്തിക്ക് ആക്സിഡൻറ്റ് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ 10,73,000 രൂപയാണ് ലഭിക്കുന്നത്. ഈ 5,73,000 മുതൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈം വരെ 30 ലക്ഷം വരെ ഇൻഷുറൻസ് കവറേജ് എത്തുന്ന ഒരു പ്ലാനും കൂടിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. 35 വയസ്സായിട്ടുള്ള ഒരു വ്യക്തി 1 കോടി രൂപയുടെ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് 40ാമത്തെ വയസ്സിൽ 6 ലക്ഷം രൂപ, 45ാമത്തെ വയസ്സിൽ 6 ലക്ഷം രൂപ, 50ാമത്തെ വയസ്സിൽ 6 ലക്ഷം രൂപ. അതിനുശേഷം 55 വയസ്സ് പൂർത്തിയാകുമ്പോൾ 10,80,000 രൂപ വേറെയും കിട്ടും. പിന്നീട് അങ്ങോട്ട് 56ാമത്തെ വയസ്സ് മുതൽ
59 വയസ്സ് വരെ 4,80,000 രൂപ കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ 70,80,000 രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 61 വയസ്സ് മുതൽ ലൈഫ് ടൈം ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് 4,80,000 രൂപ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 1 കോടി അടയ്ക്കുന്ന ആൾക്ക് 25 വർഷം കൊണ്ട് 1,18,00,000 രൂപ തിരിച്ചു കിട്ടും. പിന്നീട് അങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് കംപ്ലീറ്റ് പ്ലസ് ആണ്. മാത്രമല്ല പെർമനൻ്റ് ഡിസാബിലിറ്റി ബെനിഫിറ്റും ഡബിൾ ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റും അദ്ദേഹത്തിന് വേറെയും കിട്ടും. അങ്ങനെ 1,16,00,000 രൂപ അടയ്ക്കുന്ന വ്യക്തിക്ക് 9,16,80,000 രൂപയാണ് റിട്ടേൺസ് കിട്ടുന്നത്. പോളിസി ചേരുന്ന വ്യക്തിക്ക് LIC കൊടുക്കുമെന്ന് ഉറപ്പുള്ള ഒരു സംഖ്യയാണ് ഇത്. ഇനി നിങ്ങൾ തന്നെ പറയുക, LIC ലാഭമാണോ നഷ്ടമാണോ, അതോ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന, നമ്മുടെ പണം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണോ എന്നൊക്കെ. ഇനി വേറൊരു കാര്യം കൂടെ പറയട്ടെ. അതായത് പോളിസിയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾ പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കും. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ പേര്, അതുപോലെ എവിടെയാണ് സ്ഥലം, കഴിയുമെങ്കിൽ അഡ്രസ്സ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് തരാൻ സാധിക്കും. ഏത് പ്ലാൻ, ഈ പ്ലാനിനെ കുറിച്ച് അല്ല ഇനി വേറെ ഏതെങ്കിലും പ്ലാനിനെ കുറിച്ചോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ കമൻ്റായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം, കമൻ്റ് ചെയ്യാം. അതോടൊപ്പം പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.